എങ്ങോട്ടേക്കാണെന്നല്ലേ? അപ്പോൾ ഒരു ബർത്ത്ഡേ ഉണ്ട്, അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു ഗിഫ്റ്റും കൂടി വാങ്ങണം. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മോൾ ഉറങ്ങുന്ന ടൈമാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങി, അതുപോലെ ഗിഫ്റ്റും വാങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കും ഗിഫ്റ്റൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. എവിടെ പോന്ന്? പാപ്പൻ്റെ അടുത്താ? അവിടെ ഒന്നില്ലേ? ആരെ ബർത്ത്ഡേ? പാപ്പന്റെ ബർത്ത്ഡേ? ഇതാർക്ക് ഗിഫ്റ്റ്? പാപ്പനാ? അതെയാ? ആമി വാങ്ങിയതാ? ഓ, എന്നാ പോവാ നമുക്ക്. പൊന്നൂനെ കൂട്ടണ്ടേ? കൂട്ടണ്ടേ? ആ, കൂട്ടാ. ഓക്കെ, പോവാ. അവൾ ഇതൊക്കെ ഗിഫ്റ്റൊക്കെ പിടിച്ച് പാപ്പൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ കേക്ക് റെഡ് വെൽവെറ്റ് ആണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ പാപ്പ എന്നാണ് എഴുതിയത്. അപ്പോൾ അവളുടെ വക ആയിക്കോട്ടെ കേക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ പാപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് 5 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് അവൻ വന്നിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. വിചാരിച്ച പോലെ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ദേ അവനും എത്തി. ഗിഫ്റ്റും കൊണ്ട് വന്ന ആളിതാണ്ടേ അവളുടെ കളിപ്പാട്ടൊക്കെ എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ബോയിനെ വരവേറ്റു. എന്നാ പിന്നെ ഇനി കേക്ക് മുറിയാവാല്ലേ? ഇതേ പാപ്പനുള്ള കേക്ക് കൊണ്ട് അവൾ വന്നു. പാപ്പനേക്കാളും തിരക്ക് അവക്കാട്ടോ മുറിക്കാൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ. ഇനിയാണ് കേട്ടോ രസം. രണ്ടുപേരും ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് തീറ്റിക്കലായിരുന്നു. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് മതിയാവുന്നില്ലായിരുന്നു. നമ്മൾ സൈഡിൽ നിന്ന് കുറച്ച് പേരിങ്ങനെ നോക്കി നിന്നെടുത്തായിപ്പോയി. പിന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പം അവിടെ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ ആ പായസമൊക്കെ കൊണ്ടുവന്നു. നമ്മളെല്ലാവരും കൂടി പായസമൊക്കെ കുടിച്ച് ഈ ബർത്ത്ഡേ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.